ഹായ് ഹോൾ, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ബിരിയാണിൻ്റെ ഓർഡറാണ്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, വെജിറ്റബിൾ കുറുമ, സലാഡ്, പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി. ഞാനെല്ലാം പോയിട്ട് എന്തൊക്കെയില്ലെങ്കിൽ സാധനമെല്ലാം ബന്ധിയിടുന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. സാധനത്തിന് പോകാൻ തന്നെ ഭയങ്കര കഷ്ടമാണത്. ഇപ്പം ആരില്ല, മക്കളും ഇല്ലാത്തമ്മ ഞാൻ എന്നെ പോണ്ടി വരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് എല്ലാം ഓട്ടോയിൽ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെല്ലാം ക്ലീനാക്കി മുറിച്ച്, ഉള്ളിയെല്ലാം മുറിച്ച് പിന്നെ ക്ലീനാക്കി ഇതെല്ലാം ആക്കി പിന്നെ കുക്കിംഗ് സ്റ്റാർട്ടായി. പിന്നെ എൻ്റെ കൂട്ടുകാരെ, എന്ത് വിശേഷം നിങ്ങളെ വിശേഷമെല്ലാം കമൻറ്റ് എഴുതി പറയണം. ഞാൻ ഇത് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ ബിരിയാണി വെച്ചാൽ ചിക്കനും ഫ്രൈ ആക്കിയിട്ട് ഉള്ളിയും ഫ്രൈ ആക്കിയിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി വെച്ചിട്ട് കൊടുത്തു. അവർ പറഞ്ഞു നല്ലതിന് പറഞ്ഞു. കൂടുതൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ കുറേ എൻ്റെ ഒരു മൂഡ് പോലെ കുറേ കസ്റ്റമർ പറയുന്നു, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ ഇഷ്ടത്താൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ റെസിപ്പിയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ റെസിപ്പി വേണം കമൻറ്റ് എഴുതി പറയും. പിന്നെ ഞാൻ ഇപ്പോൾ ബിരിയാണി എല്ലാവർക്കും സാധാരണ ഉണ്ടാക്കാൻ അറിയാമല്ലേ. അങ്ങനെ 11 kg ചിക്കൻ കൊണ്ടിട്ടുണ്ട്. പിന്നെ 6 kg ഇത് അരിയും കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന അരിയല്ല. ഇത് 50 പേർക്കുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കി കൊടുത്തു. 40 പേർക്ക് പറഞ്ഞത് ഞാൻ 50 ആൾക്ക് തന്നെ കൊടുത്തു. അത് എൻ്റെ ബിരിയാണി എപ്പോഴും ആര് കൊണ്ടെങ്കിലും 10-20 ആൾക്ക് കൂടുതൽ തന്നെ വയ്ക്കാം. അത്ര ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടേ കൊടുക്കുന്നത്, എന്ത് കുറച്ചിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞ് നല്ല ടേസ്റ്റായിന്. പിന്നെ കേക്കും നല്ലതിന്, എല്ലാം നല്ലതിന്. നിങ്ങൾക്ക് ക്ലിയർ കാണുന്നുണ്ടായിട്ട് എനിക്കറിയില്ല. അത് ജാവ് അങ്ങനെ ഇപ്പിടി ക്ലിയറല്ല കുറഞ്ഞത്. മസാല എല്ലാം ജാവാക്കി വെച്ച്. പിന്നെ ഇത് വെജിറ്റബിൾ കുറുമൻ്റെ പണിക്ക് പോയി. പിന്നെ വെജിറ്റബിളെല്ലാം കട്ടാക്കി കുറുമ ഉണ്ട്. അവർ ദാളാക്കി തന്നാൽ മതി പറഞ്ഞ് ഞാൻ കുറുമ തന്നെ ആക്കിയിട്ട് കൊടുത്തു. ഏതെങ്കിലും എന്തെങ്കിലും ആക്കി തന്നാൽ മതി. ബർത്ത്ഡേക്കുള്ള ഫുഡ് ഇത്. ഇടയ്ക്കിടയ്ക്കെല്ലാം വീഡിയോ എടുക്കാൻ തോന്നുന്നു. വീഡിയോ എടുത്തെങ്കിൽ എഡിറ്റാക്കാനും കഴിയുന്നില്ല. അങ്ങനെ വീഡിയോ ഇടാൻ ഞാൻ മടിക്കുന്നത്. എടുത്തെങ്കിൽ പിന്നെ ഫോണിൽ തന്നെ അത് കിടക്കും. പിന്നെ അത് സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ അതെല്ലാം ഡിലീറ്റാക്കിയിട്ട് കളയും. അങ്ങനായിട്ട് ഞാൻ വീഡിയോ എല്ലാ കുക്കിങ്ങിൻ്റെ ഇടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇടും, ഓരോന്ന് മൂഡ് പോലെ എല്ലാം ഇടാൻ പിന്നെ കഴിയുന്നില്ല. അതൊക്കെ വീഡിയോ എടുക്കാനേ മടിയാണ്. തിരക്കിൽ അർജൻറ്റ് ഒരു നാളത്തെ ഓർഡർ തന്നത്. പിന്നെ ആയിരുന്നൊരിക്ക എഡിറ്റാക്കാൻ മടിയാണ്. അങ്ങനെല്ലാം ആയിട്ട് എനിക്ക് പോസ്റ്റാക്കാത്തത് അതുകൊണ്ട്. അങ്ങനെ കുറുമൻ്റെ പണി റെഡിയായി. ചിക്കനെല്ലാം പൊരിച്ചിട്ട് വെച്ച്. പിന്നെ മസാല എല്ലാം റെഡിയായി. ചിക്കൻ പൊരിച്ചത് ഇട്ട്. അത് പിന്നെ ഫസ്റ്റ് അവർ പറഞ്ഞത് 30 ആൾക്ക്, ഇത് 30 ആളാണ് ഞാൻ ആക്കിയത്. ബേക്ക് അവർ പറഞ്ഞ് ബേക്ക് 10 ആളത് ബേക്ക് ആക്കണം. പിന്നെ 20 ആൾ തന്നെ ആക്കിയിട്ട് ബേക്ക് കൊടുത്തു. ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് ബിരിയാണി ദമ്മിട്ടത്.
ഇത് ചട്ടിയെല്ലാം കസ്റ്റമർ കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവരുന്നേ ഇല്ല. എനിക്ക് ചട്ടിയല്ല 2-3 ചട്ടി പുറത്ത് തന്നെയായി. പിന്നെ ചട്ടി ഇല്ല. പിന്നെ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് ഇത്ര എല്ലാം ആളത് ഇങ്ങനെ കുറച്ചാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെയെങ്കിൽ ഒന്ന് ആക്കിയിട്ട് കൊടുത്തു. കൊണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് കൊണ്ടുവരുന്നല്ല, ആരും കൊണ്ടുവരുന്നില്ല. ഞാൻ അരി ഇട്ടത് തനിമയിൽ വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ. വലിയ അരിൻ്റെ വേണമെന്ന് പറഞ്ഞെങ്കിൽ അതും ഉണ്ടാക്കി കൊടുക്കുന്നു. എനിക്കിഷ്ടം മാത്രം തനിമയിൽ എൻ്റെ ഇഷ്ടത്തിലാക്കുന്നതാണ് ഞാൻ അങ്ങനെ ആക്കുന്നത്. പിന്നെ കുറേ ആൾക്ക് വലിയ അരി ബാസ്മതി അരിയെല്ലാം പറയും. ദാവത്തരിയിലെല്ലാം ഉണ്ടാക്കി കൊടുക്കും. കേക്കെല്ലാം റെഡിയായി പാക്കാക്കിയിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. ഇത് നമ്മളെ കേക്ക്. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.